Module 4 Computer and Program Security. Next topic എന്ന് പറയുന്നത് ബ്രൗസർ അറ്റാക്ക് ടൈപ്സ്. ബ്രൗസർ എന്ന് നമുക്കറിയാം ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞാൽ യൂസർ എൻട്രി ചെയ്യുന്ന ഏത് വെബ് അഡ്രസ്സാണ് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക, അവിടെ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യുക, എന്നിട്ട് ആ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ യൂസർ ഇവിടെ നിന്ന് എൻട്രി ചെയ്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ നമുക്ക് ആ അഡ്രസ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ബ്രൗസറായിട്ട് റിലേറ്റ് ചെയ്ത് പല സെക്യൂരിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ബ്രൗസർ എപ്പോഴും കണക്ട് ചെയ്യുന്ന ഒരു അഡ്രസ്സുമായിട്ടായിരിക്കണം എന്നില്ല. ബ്രൗസറിൻ്റെ അഡ്രസ്സിൽ കാണുന്ന ആ ഒരു അഡ്രസ്സിൽ നിന്ന് മാത്രമാണ് ഡേറ്റ കളക്ട് ചെയ്യണമെന്നില്ല. പല അഡ്രസ്സുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കാം റിസൾട്ട് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ പല ലൊക്കേഷൻസിൽ നിന്നായിരിക്കും പല ടൈപ്പ് ഡേറ്റ ആക്സസ് ചെയ്യുന്നത്. പിക്ചേഴ്സിന്, ഓഡിയോ കണ്ടൻറ്റ് അല്ലാതെ അതുപോലെ ലിങ്ക്ഡ് ആയിട്ടുള്ള ബാക്കി കണ്ടൻസൊക്കെ ആക്സസ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ മലീഷ്യസ് സോഫ്റ്റ്വെയർ വേണമെങ്കിലും ഈ ബ്രൗസറിൽ ഇൻകോർപ്പറേറ്റഡ് ആവാം. അപ്പോൾ ഒന്നുകിൽ ബ്രൗസറിൻ്റെ സോഫ്റ്റ്വെയർ തന്നെ മലീഷ്യസ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രീതിയിൽ ഒരു പോർഷൻ ഓഫ് കോഡ് കറപ്റ്റ് ചെയ്ത് മലീഷ്യസ് ഫങ്ഷനാലിറ്റി ചെയ്യുന്ന രീതിയിലാക്കി മാറ്റാം. പല പോപ്പുലർ ബ്രൗസേഴ്സും ആഡ് ഇൻ സപ്പോർട്ട് ചെയ്യും. ആഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഫീച്ചേഴ്സ് വരുമ്പോൾ അതിനുവേണ്ടി നമുക്ക് എക്സ്ട്രാ കോഡ് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ എക്സ്ട്രാ കോഡ് നമ്മളെല്ലാം ആഡ് ഇൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ മാൽവേഴ്സ് അല്ലെങ്കിൽ കറപ്റ്റിംഗ് ആയിട്ടുള്ള കോഡ് നമ്മുടെ ബ്രൗസറിലേക്ക് വരാം. ഇനി അതുപോലെ തന്നെ ബ്രൗസറിന് യൂസറിൻ്റെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ ആളുടെ പ്രിവിലേജോടുകൂടി തന്നെയായിരിക്കും ബ്രൗസർ റൺ ചെയ്യുന്നത്. ഇനി ഡേറ്റ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണെങ്കിലും ഇതെല്ലാം പ്രോപ്പറായിട്ട് യൂസറിൻ്റെ നോളജ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് പെർമിഷനോടുകൂടി ആയിരിക്കണം എന്നില്ല. ബ്രൗസേഴ്സ് യൂഷ്വലി ഔട്ട്സൈഡ് നെറ്റ്വർക്കുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ എല്ലാ യൂസേഴ്സിനും അവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ആക്ച്വൽ ഡേറ്റ എന്താണെന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, അപ്പോൾ എന്തെല്ലാം ഡേറ്റ ആണ് അതിലേക്ക്, എന്തെല്ലാം കണ്ടൻസ് ആണ് അതിൽ കമ്മ്യൂണിക്കേറ്റ് ആയി പോകുന്നതൊന്നും പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനോ മോണിറ്റർ ചെയ്യാനോ പറ്റണം എന്നില്ല. അപ്പോൾ ബ്രൗസേഴ്സ് ശരിക്കും യൂസേഴ്സിനെ ഒരുപാട് സെക്യൂരിറ്റി ത്രെഡ്സിലേക്ക് എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബ്രൗസറിൽ ഒരുപാട് അറ്റാക്സ് ഉണ്ടാകാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അത് നടക്കുന്നതുമാണ് ദാറ്റ്സ് പോപ്പുലർ ആൻഡ് എഫക്റ്റീവ്. ഇനി ബ്രൗസറിൽ അറ്റാക്സ് ഉണ്ടാകാനുള്ള വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബ്രൗസറിൽ പല വൾണറബിലിറ്റീസ് ഉണ്ടാകും. വൾണറബിലിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വീക്ക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രി പോയിൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വീക്ക്നെസ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ടാർഗറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഉപയോഗിച്ചും അറ്റാക്സ് പ്ലേസ് ചെയ്ത് നമ്മളുടെ യൂസേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് 2008 മുതൽ 2013 വരെ പല ബ്രൗസേഴ്സിലും ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടുള്ള വൾണറബിലിറ്റീസിൻ്റെ കൗണ്ടാണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയധികം വൾണറബിലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറിയാവുന്ന അല്ലാതെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാക്കർക്കാണെങ്കിൽ അത് ഉപയോഗിച്ചില്ല അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അറ്റാക്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. അറ്റാക്കേഴ്സ് യൂഷ്വലി ബ്രൗസറിനെ ആയിട്ട് ലിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് യൂസർ എൻട്രി ചെയ്യുന്ന സെൻസിറ്റീവ് ഇൻഫർമേഷനൊക്കെ ആക്സസ് ചെയ്യാം. അപ്പോൾ യൂസറിൻ്റെ ബാങ്ക് റിലേറ്റഡ് ആണെങ്കിൽ അവരുടെ ID അല്ലെങ്കിൽ പാസ്വേഡ്, അക്കൗണ്ട് നമ്പർ, ഓതൻറ്റിക്കേഷൻ പാസ്വേഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനാണ് അറ്റാക്കേഴ്സ് ശ്രമിക്കുക. അപ്പോൾ പല രീതിയിൽ ബ്രൗസർ വഴി അറ്റാക്സ് വരാം. ഒന്നുകിൽ ബ്രൗസറിൻ്റെ ഏതെങ്കിലും കമ്പോണൻസ് അല്ലെങ്കിൽ ആഡ് ഓൺ അല്ലെങ്കിൽ പ്ലഗിൻസ് വഴി, അല്ല അതിൻ്റെ ആക്ടിവിറ്റി ഓൾട്ടർ ചെയ്ത്, അല്ലെങ്കിൽ ബ്രൗസറുകളുടെ കമ്മ്യൂണിക്കേഷനിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റ മോഡിഫൈ ചെയ്യുക, അങ്ങനെ പല രീതിയിൽ ബ്രൗസർ അറ്റാക്സ് വരാം. ഇത് മെയിനായിട്ട് ബ്രൗസർ അറ്റാക്ക് ടൈപ്സ് എന്ന് പറഞ്ഞാൽ 5 ടൈപ്പാണുള്ളത്. മാൻ ഇൻ ദ ബ്രൗസർ, കീസ്ട്രോക്ക് ലോഗർ, പേജ് ഇൻ ദ മിഡിൽ, പ്രോഗ്രാം ഡൗൺലോഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് യൂസർ ഇൻ ദ മിഡിൽ. ഫസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാൻ ഇൻ ദ ബ്രൗസർ. അപ്പോൾ ഇവിടെ ശരിക്കും ചെയ്യുന്നത് നമ്മളുടെ ബ്രൗസറിൽ ഒരു മലീഷ്യസ് കോഡ് വന്ന് ഇൻഫെക്റ്റഡ് ആവുന്നു. എന്നിട്ട് യൂസർ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുന്ന എന്തെല്ലാം ഡേറ്റയാണ് ആ ഡേറ്റ എല്ലാം ഇവിടുന്ന് റീഡ് ചെയ്യുക, കോപ്പി ചെയ്യുക, എന്നിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേറെ എങ്ങോട്ടേക്കെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന രീതിയിൽ ബ്രൗസറിലേക്ക് കോഡ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അറ്റാക്കറിന് ഇൻ്റർസെപ്റ്റ് ചെയ്യാം, കളക്ട് ചെയ്യുന്ന ഡേറ്റ റീയൂസ് ചെയ്യാം, അതേ ആ യൂസർ ക്രെഡൻഷ്യൽസ്, എന്നിട്ട് ആൾക്ക് വേണ്ട മലീഷ്യസ് ആക്ടിവിറ്റിയൊക്കെ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ടാസ്കിന് വേണ്ടി കോമൺലി യൂസ് ചെയ്യുന്ന മലീഷ്യസ് കോഡ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ട്രോജൻ ഹോഴ്സ് നമ്മളതിനെ പറയാം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാൽവെയർ. അപ്പോൾ ഈ ട്രോജൻ യൂഷ്വലി നമ്മളുടെ ബ്രൗസറിൽ വന്ന് ഇൻഫെക്റ്റഡ് ആവുന്നു എന്നിട്ട് ഇവിടുന്ന് യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ഇൻ്റർസെപ്റ്റ് ചെയ്യുക, എന്നിട്ടത് റിമോട്ടായിട്ടുള്ള ലൊക്കേഷനിൽ അറ്റാക്കറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ജനുവരി 2008 സിമാൻറ്റിക്കിലുള്ള റിസർച്ചേഴ്സ് ഒരു പുതിയ ട്രോജനെ ഐഡൻറ്റിഫൈ ചെയ്തു. അവരെ നെയിം ചെയ്ത് SilentBanker എന്നായിരുന്നു. അപ്പോൾ ഈ SilentBankerൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വിക്ടിമിൻ്റെ ബ്രൗസറായിട്ട് കോഡ് വന്നിട്ട് അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച്ഡ് ആയിരുന്നത് അതൊരു ആഡ് ഓൺ ആണ്, അല്ലെങ്കിൽ ബ്രൗസറിൻ്റെ ഒരു ഹെൽപ്പർ ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലഗിനാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അത് സ്വയം അസോസിയേറ്റ് ചെയ്തത്. ഇനി ഹെൽപ്പർ ഒബ്ജക്റ്റ് ആയി കഴിയുമ്പോൾ എന്തായി, അതിനെല്ലാ കാര്യങ്ങളും വെച്ച് ബ്രൗസർ ഇൻവോൾവ് ആകുന്ന എല്ലാ കാര്യങ്ങളിലും അതിനും ഇൻവോൾവ് ചെയ്യാൻ പറ്റുക, അല്ല അതിനുള്ള പെർമിഷനുള്ള രീതിയിലായി മാറി. അപ്പോൾ ബ്രൗസറിൻ്റെ കോൾസ് വരികയാണെങ്കിൽ അതിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുക,
അതുപോലെ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന ഡാറ്റ റിസീവ് ചെയ്യുക, URL വഴി ഡാറ്റ സെൻഡ് ചെയ്യുക, അതുപോലെ ക്രിപ്റ്റോഗ്രഫി കീസ് ജനറേറ്റ് ചെയ്യുക, ഒരു ഫയൽ റീഡ് ചെയ്യുക, അതിൽ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഒരു സൈറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ ബ്രൗസർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇൻ്റർവ്യൂ ചെയ്യാൻ ഈ ഒരു ഹെൽപ്പർ ഒബ്ജക്റ്റ് പറ്റി. അപ്പോൾ ഈ SilentBanker സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 400 URLs ഉപയോഗിച്ചാണ്, ഇത്രയും പല ബാങ്കുകളിലെ URLs. ഏതെങ്കിലും ഒരു യൂസർ ഇതിലേതെങ്കിലും ഒരു സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ, അല്ല ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ആ യൂസറിൻ്റെ കീ സ്ട്രോക്സിനെ ഈ ട്രോജൻ വഴി റീഡയറക്റ്റ് ചെയ്ത് റിമോട്ടായിട്ടിരിക്കുന്ന അറ്റാക്കറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ ആ കസ്റ്റമർ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ റിമോട്ടായിട്ടുള്ള ലൊക്കേഷനിലുള്ള ആളെന്ന് പറഞ്ഞാൽ ഈ നോർമലി ട്രോജൻ എഴുതിയ ആളായിരിക്കും. അപ്പോൾ ആളുടെ റിമോട്ട് മെഷീൻസിലേക്കായിരിക്കും ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് ഫോർവേഡായിട്ട് പോവുക. ഈ ബാങ്കിങ് അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, അതായത് ട്രാൻസ്മിഷനിൽ വരുമ്പം അത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് പ്ലെയിൻ ആയിട്ടല്ല, ചെറിയ ഡബിൾ ഫോമിലാവണം എന്നില്ല. അപ്പോൾ ഈ എൻക്രിപ്ഷന് വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് SSL, സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ ബ്രൗസറിൻ്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്കൊരു ലോക്ക് ഐക്കൺ കാണാം. അപ്പോൾ എൻക്രിപ്റ്റഡ് സെഷൻ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോക്കോളിൻ്റെ പർപ്പസ് യൂസറിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ട്രാൻസ്മിറ്റഡ് ആകുമ്പം എൻക്രിപ്റ്റഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഇതൊക്കെ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ എൻക്രിപ്ഷൻ എഫക്റ്റീവ് ആക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡേറ്റ നമുക്ക് കറക്റ്റായിട്ട് കയ്യിൽ കിട്ടിയാൽ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഡേറ്റ യൂസർ എൻ്റർ ചെയ്തത് എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ട്രോജൻ ഇൻ്റർവീൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് ഈ SilentBankerനെ അവർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ SilentBanker ബ്രൗസറിനുള്ളിൽ തന്നെ എംബഡഡ് ആണ്. അപ്പോൾ ആൾക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലേക്ക് എളുപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റി. യൂസർ ഡാറ്റ ടൈപ്പ് ചെയ്യുന്നു, ബ്രൗസറിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ SilentBanker അതിനുള്ളിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നു ബ്രൗസറിൻ്റെ ഒരു പാർട്ടായിട്ട്. എന്നിട്ട് അതിന് വേണ്ട ഇൻഫർമേഷൻ അത് അവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനെ റിമോട്ടായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യൂസർ ടൈപ്പ് ചെയ്ത പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ SilentBanker ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു വയ ബ്രൗസർ. എന്നിട്ട് നെക്സ്റ്റാണ് എൻക്രിപ്ഷൻ നടക്കുന്നത്, പിന്നെയാണ് ബാങ്കിലേക്ക് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ആയി പോകുന്നത്. അപ്പോൾ ഈ ടൈമിംഗ് വൾനറബിലിറ്റി ഇപ്പോൾ കറൻറ്റ്ലി ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി അപ്രോച്ചസ് ഒന്നും ഉപയോഗിച്ച് കൗണ്ടർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുപോലെ നേരത്തെ 2-factor authentication മെത്തേഡ്സ് അല്ലെങ്കിൽ ഇമേജ് ഉപയോഗിച്ച് authentication ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഉപയോഗിച്ച് ഈ ടൈമിംഗ് വൾനറബിലിറ്റീനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന URL നമ്മൾ അഡ്രസ് ബാറിൽ നോക്കുകയാണെങ്കിൽ അത് ഓതൻറ്റിക് ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് തോന്നുക. ഇത് ബ്രൗസർ ആക്ച്വലി നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബാങ്ക് സൈറ്റിലേക്കുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മളുടെ SSL എൻക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു, ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ബ്രൗസറിൽ നിന്ന് എൻക്രിപ്റ്റ് ചെയ്ത് ആ എൻക്രിപ്റ്റഡ് ഡാറ്റ എൻക്രിപ്റ്റഡ് ഫോമിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എൻക്രിപ്ഷന് മുമ്പാണ് ശരിക്കും ഡാറ്റ ഈ SilentBanker ഇൻ്റർവ്യൂ ചെയ്ത് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ യൂസർ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിം അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ, ഓതൻറ്റിക്കേഷൻ ഡാറ്റ ഇതെല്ലാം ആക്സസ് ചെയ്യാൻ SilentBankerനെ കൊണ്ട് പറ്റും. അത് കൂടാണ്ട് അതിന് കസ്റ്റമേഴ്സിൻ്റെ യൂസേഴ്സിൻ്റെ ആക്ഷൻസിൻ്റെ കൂടി ചേഞ്ച് ചെയ്യാനും പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കസ്റ്റമർ ബാങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തു മണി ട്രാൻസ്ഫർ ചെയ്യുക, ഒരു ബാങ്ക് എയിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ റിക്വസ്റ്റ് പോകുമ്പോൾ SilentBanker അതിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. എന്നിട്ട് ഈ മെസ്സേജിനെ ആൾ മോഡിഫൈ ചെയ്യുന്നതിൽ ഓൾട്ടർ ചെയ്യുന്നു. ഓൾട്ടർ ചെയ്തിട്ട് ബാങ്ക് ബിയിലുള്ള ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ട രീതിയിലാക്കി അതിനെ മാറ്റുക. എന്നിട്ട് നോർമൽ കസ്റ്റമർ ചെയ്ത് വന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ മുമ്പോട്ടേക്ക് പോവുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പോകുന്നത് ബാങ്ക് ബിയിലുള്ള ഈ അറ്റാക്കറിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. ഇനി അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് തിരിച്ചുള്ള കൺഫർമേഷൻ മെസ്സേജ് വരുമ്പം SilentBanker എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ കിട്ടിയ റിട്ടേൺ മെസ്സേജിൽ അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് മെസ്സേജിൽ തന്നെ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്ത് നോർമൽ യൂസർ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് ആ രീതിയിലാക്കി മാറ്റി അതിനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ കസ്റ്റമറിന് എമൗണ്ട് പോയത് അറിയുക പോലും ഉണ്ടാവില്ല. ഈ ലാസ്റ്റ് അക്കൗണ്ടിൽ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ആൾക്ക് ഫ്രോഡൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫ്രോഡൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷനെ പറ്റി അറിയാൻ പറ്റുക. ഇനി അതിൻ്റെ തന്നെ ഈ SilentBanker തന്നെ ഒരു വേരിയൻ്റാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡിസ്പ്ലേസ് ഉപയോഗിച്ച് യൂസേഴ്സിൻ്റെ അടുത്ത് സെൻസിറ്റീവ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ കസ്റ്റമർ ഐ ഡി അല്ലെങ്കിൽ യൂസർ ഐ ഡി, പാസ്വേഡ്, ടോക്കൺ വാല്യൂ, ഇമെയിൽ അഡ്രസ്സ്. ഇപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഈ പേജിൻ്റെ അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേയുടെ URL കാണുമ്പോൾ ഓതൻറ്റിക് ആയിട്ട് തന്നെ തോന്നും. അപ്പോൾ കുറേ ബോക്സുകളുണ്ട്. അപ്പോൾ അവിടെ നോർമലി യൂസേഴ്സ് ഒന്ന് എൻ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കും. പക്ഷേ മിക്കവാറും ഉള്ളവരൊക്കെ തന്നെ URL ഓതൻറ്റിക് ആണെന്ന് കരുതിയിട്ട് പ്രൈവറ്റ് ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ട്രോജന് ശരിക്കും പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും യൂസറിനും ബാങ്കിൻ്റെ വെബ്സൈറ്റും തമ്മിൽ. അപ്പോൾ ബാങ്കിൻ്റെ കണ്ടന്റ് ഓതൻറ്റിക് ആയിട്ട് തന്നെ കാണുന്നുണ്ടാവും. അപ്പോൾ SilentBankerന് അധികം ഇമ്പാക്റ്റ് യൂസേഴ്സിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ അതിന് മുമ്പ് തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുകയും അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനും പറ്റി. ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ബ്രൗസർ അറ്റാക്ക് എന്ന് പറയുന്നതാണ് Keystroke Logger. നമ്മളുടെ മാൻ ഇൻ ദ ബ്രൗസറിന് വളരെ സിമിലർ ആയിട്ടുള്ള അപ്രോച്ചാണ്. Keystroke Logger അല്ലെങ്കിൽ keylogger എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ ഹാർഡ്വെയർ ആവാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആവാം. അപ്പോൾ നമ്മളുടെ
കീബോർഡിൽ എൻ്റർ ചെയ്യുന്ന കീ സ്ട്രോക്സിനെ എല്ലാം റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ടാസ്ക്. അപ്പോൾ ലോഗർ ഈ കീ സ്ട്രോക്സ് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി റിട്ടേൺ ചെയ്യും. ചിലപ്പോൾ അത് അറ്റാക്കറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഹാർഡ്വെയർ ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു സാധാരണ USB വഴി ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോൾ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി ഇങ്ങനെ ഒരു ഡിവൈസ് ആകുമ്പോഴത്തേക്ക് നമുക്കത് ഫിസിക്കലി നമ്മൾ ഏത് മെഷീനാണോ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ആക്സസ് കിട്ടണം. എന്നിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം, അത് കീ സ്ട്രോക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റണം, റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ലേറ്റർ ആ ഡിവൈസ് റിമൂവ് ചെയ്യാനും പറ്റണം. ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൺസീൽഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നേരെ ഫ്രണ്ടിലോട്ട് കുത്തിക്കഴിഞ്ഞാൽ നോർമലി യൂസേഴ്സിന് അത് വിസിബിൾ ആകും. അപ്പോൾ കാണാത്ത രീതിയിലല്ല, ഹിഡൻ ആവുന്ന രീതിയിലുള്ള ബാക്കിലോ ഏതെങ്കിലും ഡെസ്ക്ടോപ്പ് മെഷീൻ്റെ ബാക്കിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. ഇനി സോഫ്റ്റ്വെയർ കൗണ്ടർ പാർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോർമലി ഇറ്റ്സ് എ പ്രോഗ്രാം, ഒരു മാൽവെയർ തന്നെയായിരിക്കും. ആ പ്രോഗ്രാം നമ്മൾ ഇൻസ്റ്റാൾഡ് ആവുന്നു. ഇൻസ്റ്റാൾഡ് ആയി കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്ന എന്ത് ഡേറ്റയാണോ അതെല്ലാം കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്ത് അറ്റാക്കറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കീസ്ട്രോക്ക് ലോഗർ. ഇനി തേർഡ് വൺ ഈസ് പേജ് ഇൻ ദ മിഡിൽ. പേജ് ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇതും ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് ബ്രൗസർ അറ്റാക്ക്. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യൂസറിനെ റീഡയറക്റ്റ് ചെയ്ത് വേറൊരു പേജിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാൻ ഇൻ ദ ബ്രൗസർ അറ്റാക്കിലാണെങ്കിൽ നമ്മൾ ചെയ്തിരുന്നത് യൂസർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് പോയി, അപ്പോൾ ആളെ അവിടെ നിന്ന് മലീഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക. ഇപ്പോൾ യൂസർ ഇവിടെ ഏതെങ്കിലും ഒരു പേജിൽ പോയി അവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ലോഗിനിൽ ശരിക്കും നോർമലി പോകേണ്ട പേജിലേക്ക് പോകുന്നതിന് പകരം ഈ അറ്റാക്കർ ഈ ആളെ റീഡയറക്റ്റ് ചെയ്ത് അറ്റാക്കറിൻ്റെ പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്ത് എത്തിക്കുക. എന്നിട്ട് ആൾ യൂസർ ക്രെഡൻഷ്യൽസ് അവിടെ എൻ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ അറ്റാക്കറിന് ക്രെഡൻഷ്യൽസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ രണ്ട് അറ്റാക്സും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മാൻ ഇൻ ദ ബ്രൗസർ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പേജ് ഇൻ ദ മിഡിൽ പറഞ്ഞു. മാൻ ഇൻ ദ ബ്രൗസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രൗസറിൽ ഇൻഫെക്റ്റഡ് ആക്കി അല്ല മാൽവെയർ വഴി ഇൻഫെക്റ്റ് ആക്കിയിട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറ്റാക്കറിന് കൊടുക്കുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. ഈ പേജ് ഇൻ ദ മിഡിൽ അറ്റാക്ക് ആണെങ്കിൽ അവിടെ അറ്റാക്കർ എന്താണെന്ന് വെച്ചാൽ യൂസറിനെ തന്നെ റീഡയറക്റ്റ് ചെയ്ത് വേറൊരു പേജിലേക്ക് എത്തിക്കുക. ആൾ എൻ്റർ ചെയ്യുന്നതാണെന്ന് കരുതുന്ന പേജിലായിരിക്കില്ല ആൾ ആക്ച്വലി ഡേറ്റ എൻ്റർ ചെയ്യുന്നത്. ഫോർത്ത് വൺ ഈസ് പ്രോഗ്രാം ഡൗൺലോഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് ബ്രൗസർ അറ്റാക്ക്. അപ്പോൾ ഈ പേജ് ഇൻ ദ മിഡിൽ അറ്റാക്കിനെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് അറ്റാക്കും വരുന്നത്. അപ്പോൾ ഡൗൺലോഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അറ്റാക്കർ ശരിക്കും യൂസറിന് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ ഡൗൺലോഡ് പേജ് ആണെന്നുള്ള രീതിയിലായിരിക്കും ഒരു പേജ് ഡിസ്പ്ലേഡ് ആയി കാണിക്കുക. ഇനി ഈ ആക്ച്വൽ പ്രോഗ്രാം ആൾ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ മാൽവെയർ കൂടി അതിൻ്റെ കൂടെ ഡൗൺലോഡ് ആയിട്ട് നല്ല മാലിഷ്യസ് കോഡ് കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നിട്ട് അതവിടെ ഇൻസ്റ്റാൾ ആകുന്നു. അപ്പോൾ യൂസർ അറിയണമെന്നില്ല അയാൾ ഈ ഏത് പ്രോഗ്രാമാണോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ കൂടെ വേറൊരെണ്ണം കൂടി അല്ലെങ്കിൽ മാലിഷ്യസ് കോഡ് കൂടി ഡൗൺലോഡായി ഇൻസ്റ്റാൾഡ് ആയി എന്നുള്ളത് ആൾ അറിയണമെന്നില്ല. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾ നോർമലി അതിന് എഗ്രി ചെയ്തിട്ടായിരിക്കുമല്ലോ ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ വൺസ് ആൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാം എന്താ ചെയ്യുന്നുള്ള ആൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പോൾ യൂസറിന് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ എഗ്രി ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ആക്ച്വലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആകുന്നത് ആൾ അറിയണമെന്നില്ല. അപ്പോൾ ഈ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ആളൊരു യെസ് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും അവിടെ പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ യൂസറിൻ്റെ ആക്സസ് കൺട്രോൾ വഴി ഉപയോഗിച്ച് പോലും ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആൾ എക്സ്പ്ലിസിറ്റ്ലി ആക്സസ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ യൂസർ ഇൻറ്റൻഷനലി ആ സോഫ്റ്റ്വെയർ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഡൗൺലോഡിനെ ആൾക്ക് അവിടെ പ്രതിരോധിക്കാൻ പറ്റില്ല. ദെൻ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ബ്രൗസർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ യൂസർ ഇൻ ദ മിഡിൽ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ രണ്ട് പ്രോസസ്സിനിടയ്ക്ക് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലേസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപ്ച, നമുക്കറിയാം ഇറ്റ്സ് എ പസിൽ. അപ്പോൾ ഒരു ഹ്യൂമനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പസിലായിട്ടാണ് കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചില സൈറ്റിലൊക്കെ വോട്ടുകൾ ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ ക്വസ്റ്റ്യൻ തന്നിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ പേരിൽ എന്താണ് നിങ്ങളുടെ റിപ്ലൈ എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഓട്ടോമാറ്റിക്കുള്ള പ്രോഗ്രാംസ് ഉപയോഗിച്ച് ഒരു PS എന്ന് പറഞ്ഞ വോട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാടെണ്ണം ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള ഫേക്ക് വോട്ടുകൾ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ബോഗസ് ആയിട്ടുള്ള വോട്ടുകൾ തടയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഈ ക്യാപ്ച എന്ന് പറയുന്നത്. ഇടയ്ക്കൊരു ഹ്യൂമൻ ഇൻട്രാക്ഷന് വേണ്ടിയാണ് ഈ ക്യാപ്ച നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ക്യാപ്ചാറിൻ്റെ അക്രോണിം ആണ്. ഇറ്റ്സ് ഫോർ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. അപ്പോൾ ഇവിടെ പസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാപ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോർമൽ ഈ ഫോമിലൊക്കെ ആയി നമ്മൾ കാണുക. ഇറ്റ്സ് എ സ്ട്രിങ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. നോർമൽ ഷേപ്പിൽ ഡിസ്പ്ലേഡ് ആവാം, അല്ലെങ്കിൽ ക്രൂക്കഡ് ഷേപ്പിലാവാം, ഇനി അതുപോലെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആവാം, അല്ലെങ്കിൽ ഗ്രെയിനി ബാക്ക്ഗ്രൗണ്ട് ആവാം, അതിൽ എക്സ്ട്രാ ലൈൻസ് സ്ട്രൈക്സ് അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലെ വാല്യൂ നോർമലായിട്ട് റീഡ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ യൂസറിനോട് ചോദിക്കുന്നത്. അപ്പോൾ യൂസർ ആ സ്ട്രിങ് റെക്കഗ്നൈസ് ചെയ്യുക, എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അതൊരു ഹ്യൂമനെ കൊണ്ടേ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ ഇതിനൊരു എക്സ്ട്രാ സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ അഡീഷണൽ ഫീച്ചറായിട്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിസ്റ്റോർഷൻസ് ആഡ് ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടർ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിച്ചതിൽ ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനിടയ്ക്ക് നമ്മൾ ഈ ലൈൻസും ഡിസ്റ്റോർഷൻസും ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് ക്യാപ്ചേഴ്സിനെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ക്യാപ്ചാസിനെ ഡിസൈൻ ചെയ്തത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൊണ്ട് മാത്രമേ അതിനെ ഫില്ല് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ച് അതിനെ ഓട്ടോമേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ക്യാപ്ചാസ് ഡിസൈൻ ചെയ്തത്. പിന്നെ അതിനും അതിൻ്റേതായ വളറബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ജെഫിയാൻ ആൻഡ് അലാസ് അലമ്മത്ത് ഇവർ ഈ ക്യാപ്ചാസിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി പല സ്റ്റഡീസും നടത്തി. അപ്പോൾ അതിൽ നിന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവേരിയൻസിനെ ബേസ് ചെയ്ത്, അതായത് ക്യാപ്ച ഡിസ്റ്റോർട്ടഡ് ആണെങ്കിൽ കൂടിയും അതിൽ വേരിയഡ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാപ്ച ഉപയോഗിക്കുന്നതിന് ഒരു വിധത്തിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അല്ലെങ്കിൽ അപ്പോൾ ജെഫിയാൻ ആൻഡ് ഹമ്മദ് സല അപ്പോൾ ഇവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇൻവേരിയൻസിനെ ബേസ് ചെയ്തിട്ട് ഈ ക്യാപ്ചനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ക്യാപ്ച ഡിസ്റ്റോർട്ടഡ് ആണെങ്കിൽ കൂടിയും ചേഞ്ച് ആവാത്ത കുറച്ച് പ്രോപ്പർട്ടീസ്, അപ്പോൾ അതിനെ ഉപയോഗിച്ച് നമുക്ക് ക്യാപ്ചാസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാപ്ച മിക്കവാറും എല്ലാ ഫ്രീ വെബ് സർവീസുകളും യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, യാഹു അല്ല ഫീമെയിൽ സർവീസുകൾ ഇവരെല്ലാം ക്യാപ്ചാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഉപയോഗിച്ചിരുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് പിക്സൽസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ക്യാരക്ടർ ഡിസ്റ്റോർട്ടർ ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ആൻ ഇൻവേരിയൻറ്റ്. അപ്പോൾ ആ ഇൻവേരിയൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിനെ വേറൊന്നിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ ഏത് ക്യാരക്ടറാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ ഒരു ക്യാരക്ടറിന് വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് പിക്സൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവേരിയൻസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് ക്രിപ്റ്റനാലിസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ പിക്സൽ കൗണ്ട്, കളർ ഫില്ലിംഗ് സെഗ്മെൻറ്റേഷൻ, ഹിസ്റ്റോഗ്രാം അനാലിസിസ് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെയാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തത്. 2 ടൈപ്പ് ഇൻവേരിയൻസ് ആണ് മെയിനായിട്ട് അവർ കണ്ടുപിടിച്ചത്. ഒന്ന് പിക്സൽ ലെവൽ, ഒന്ന് സ്ട്രിംഗ് ലെവൽ. പിക്സൽ ലെവൽ ഇൻവേരിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്ച ഇമേജസിനെ പിക്സൽ ലെവലിൽ പ്രോസസ്സ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം പിക്സൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ച് ചെയ്യാത്ത എന്തൊക്കെയാണ് നമ്മുടെ ക്യാപ്ചാസിലുള്ളത്, അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്യുന്നതിനാണ് പിക്സൽ ലെവൽ ഇൻവേരിയൻ എന്ന് പറയുന്നത്. ഇനി സ്ട്രിംഗ് ലെവൽ ഇൻവേരിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിങ്ങിൻ്റെ എൻ്റയർ ലെങ്ത്തിൽ വേരി ചെയ്യാത്ത എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഇൻവേരിയൻസ് ഉപയോഗിച്ച് ക്യാപ്ചാസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് റാൻഡംനെസ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതാണ് സൊല്യൂഷൻ. അൺപ്രഡിക്റ്റബിൾ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുക. നമ്മൾ ഓരോ പ്രാവശ്യം കാണിക്കുന്ന ക്യാപ്ചേഴ്സിലെ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് വേരി ചെയ്യിക്കുക. അപ്പോൾ കൂടുതൽ പല ഷേപ്പ് പാറ്റേൺസ് യൂസ് ചെയ്യുക, അത് റാൻഡം ഓർഡറിൽ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കുറേയൊക്കെ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ മെയിൽ സർവീസുകളും ഫ്രീ മെയിൽ സർവീസുകളൊക്കെ വരുമ്പോൾ അക്കൗണ്ട് ക്രിയേഷൻ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ക്യാപ്ചാസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഫേക്ക് ആയിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് മെയിൽ അക്കൗണ്ട്സ് ക്രിയേറ്റഡ് ആയി പോവാണ്ടും അത് പിന്നെ നാളെ സ്പാം മെയിൽസ് അയക്കാൻ വേണ്ടി യൂസ് ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ മാനുവലി മാത്രം അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി ഈ അറ്റാക്കേഴ്സ് ചെയ്യുന്നത് ഓട്ടോമേറ്റ് ചെയ്ത് ഒരുപാട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ അക്കൗണ്ട്സ് ഉപയോഗിച്ച് സ്പാം മെയിൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. എന്നിട്ട് ഈ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് അവർ ആ അക്കൗണ്ട്സ് ഒഴിവാക്കുന്നില്ല, പിന്നെ അതിനെ ഉപയോഗിക്കുന്നുമില്ല. നെക്സ്റ്റ് ടൈം വീണ്ടും പുതിയൊരു സോഴ്സ് ഓഫ് ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് അവർ പ്രോസസ്സ് മുമ്പോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെ തടയാന്നുള്ളതാണ് നമ്മൾ ക്യാപ്ച ഉപയോഗിക്കുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ്. സോ ദാറ്റ്സ് ഓൾ ഓഫ് ബ്രൗസർ അറ്റാക്ക് ടൈപ്സ്. താങ്ക് യു.